നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവും ദേശീയ ട്രഷററുമായ ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്ന് അതിഥി. സ്വാഗതം. ഇ അഹമ്മദിൻ്റെ നിര്യാണത്തോടെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതൃനിലയിൽ ഒരു ശൂന്യത രൂപപ്പെട്ടിട്ടുണ്ട്. അത് നികത്താൻ ഏറ്റവും പ്രാപ്തൻ ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന അഭിപ്രായം മുസ്ലിം ലീഗ് അണികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ഉണ്ട്. അത് കേൾക്കുന്നുണ്ടോ? അണികളുടെ ഇടയിൽ അങ്ങനെ ഉള്ള സംസാരങ്ങളൊക്കെ വരാം, പക്ഷേ ശൂന്യത ഇല്ല. ഞങ്ങളൊരു ടീമാണ്. ഞങ്ങളൊരു ടീം എന്ന് പറയുമ്പോൾ ചെന്നൈയിൽ ഞങ്ങൾക്ക് വലിയൊരു ഗ്രൂപ്പ്, വലിയൊരു ടീം ലീഡേഴ്സുണ്ട്. ഇപ്പോൾ നാഷണൽ പ്രസിഡൻ്റ് അവിടെ നിന്നാണ്. ഡൽഹിയിൽ അതേപോലെ സെക്രട്ടറിമാരും ഒക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. ട്രഷറായിട്ട് ഞാനുണ്ട്. ഞങ്ങളൊക്കെ ദേശീയ തലത്തിൽ ഒരു ടീമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അഹമ്മദ് സാഹിബിൻ്റെ പെട്ടെന്നുള്ള വിടവാങ്ങൽ വലിയ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ശൂന്യത അനുഭവപ്പെടുന്നത്. അത് മേക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഇല്ല. ഞാൻ ആൾറെഡി ദേശീയ തലത്തിൽ ട്രഷറായിട്ടുണ്ട്. ദേശീയ തലത്തിൽ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റ് നേതാക്കന്മാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അത് മേക്കപ്പ് ചെയ്യും. പക്ഷേ അഹമ്മദ് സാഹിബിൻ്റെ വേർപാട് വലിയ ഒരു ശൂന്യത തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. BJP ആണ് ദേശീയ ഭരണകക്ഷി. BJP ഭരണകൂടം ഭരിക്കുന്നു. ന്യൂനപക്ഷ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ച് വളരെ പെക്യൂലറായൊരു റോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വഹിക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മുഴുവൻ അഭിപ്രായം പാർലമെൻറ്റിലടക്കം പ്രതിഫലിപ്പിക്കണമെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു നേതൃനിര പാർലമെൻറ്റിലും വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അതായത് ഇന്ത്യൻ രാഷ്ട്രീയം ഇനി മാറണം എന്ന് ഉണ്ടെങ്കിൽ ഈ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മ പ്രാദേശിക തലത്തിൽ അങ്ങനെ ഒരു സാധ്യത എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു സമീകൃത അവസാന രൂപമായിരിക്കും ദേശീയ രാഷ്ട്രീയം. അവിടെ തീർച്ചയായും ലീഗിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. അങ്ങനെ ലീഗ് വലിയ പങ്ക് വഹിക്കുമ്പോൾ തന്നെ അതിൻ്റെ പതാകവാഹകനായി ഒരു നേതാവ് ആവശ്യമുണ്ടല്ലോ. ഇപ്പോൾ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി അസസുദ്ദീൻ ഒവൈസിയെ പോലെയുള്ള വളരെ തീവ്രമായ നിലപാടുള്ള ഒരാളല്ലല്ലോ ഇപ്പോൾ BJPയുടെ രാഷ്ട്രീയത്തിന് ബദലായി ദേശീയ രാഷ്ട്രീയത്തിൽ വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ സംഭാവന ചെയ്യാനുള്ള ഉത്തരവാദിത്തം ലീഗിനില്ലേ? അല്ലാതെ ഒരു നേതാവല്ല, ഒരുപാട് നേതാക്കന്മാർ ലീഗിന് അങ്ങനത്തെ ആളുകളായിട്ടുണ്ട്. ആ മുഖമുള്ള നേതാക്കന്മാർ തന്നെയാണ് ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ. തീർച്ചയായും ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയം പരിമിതപ്പെടുത്തി ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാതെ അങ്ങനെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചെയ്യാനില്ലല്ലോ. ആസ് ട്രഷറർ എനിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഹമ്മദ് സാഹിബിൻ്റെ വിടവിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് ഞങ്ങളെ കമ്മിറ്റി കൂടാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സമയമാകുമ്പോൾ കേരളത്തിൽ നിന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് തങ്ങൾ ഒക്കെ അഭിപ്രായം മാനിച്ച് നാഷണൽ എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ അവിടെ തീരുമാനിക്കും. പാർലമെൻറ്റിൽ വളരെ ശക്തമായ ഒരു ശബ്ദം ഈ അഹമ്മദിനെ സംബന്ധിച്ച് അത് സാധിച്ചിരുന്നു. മലപ്പുറത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അങ്ങനെ ശക്തമായി ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരാൾ വേണ്ടേ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ? തീർച്ചയായിട്ടും വേണം. അത് ഇന്ന ആളെയാണ് ആവണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടിയല്ലേ. നല്ല ശബ്ദം പാർട്ടിയിൽ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും അവിടത്തേക്ക് ഫിറ്റായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെ ശരിയാണ്. അത് ഞങ്ങൾ തിരഞ്ഞെടുക്കും. ഒരു ശബ്ദമല്ല. ഇപ്പം എന്നെയാണ് ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ഞാനല്ലാത്ത എത്രയോ ആളുകൾ അതിലേക്ക് ഫിറ്റായത് പാർട്ടിയിൽ ഉണ്ട്. അല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റേച്ചറുള്ള ഒരാൾ ആ മലപ്പുറത്ത് മത്സരിച്ച് പാർലമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളത് സ്വാഭാവികമായും പ്രതീക്ഷിക്കപ്പെടുന്ന ഒന്നല്ലേ? അല്ല, അതൊക്കെ പാർട്ടി എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ഇതൊക്കെ പാർട്ടിയല്ലേ, വ്യക്തികളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, പാർട്ടി തീരുമാനിക്കണ്ടേ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന റോൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടെങ്കിലുമായി വഹിച്ചു വരികയാണ്. UDFനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ട്രബിൾ ഷൂട്ടറുടെ റോൾ എല്ലായ്പ്പോഴും എടുക്കാറുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമോ എന്ന ഒരു വാർത്ത, അഭ്യൂഹമൊക്കെ പരക്കുമ്പോൾ തന്നെ അയ്യോ പോകരുതേ എന്ന് UDF നേതാക്കൾ പറയുന്നുണ്ടോ? അങ്ങനെ പോകുന്നത് ഒരു യാഥാർത്ഥ്യമായി വന്നിട്ടില്ല. ഈ ചർച്ച എന്ന് പറയുന്നത് മീഡിയയിലൊക്കെയാണ് പ്രധാനമായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ ഒരു ചർച്ച വന്നു എന്നല്ലാതെ
UDF തലത്തിലോ UDF നേതാക്കന്മാരോ ഒന്നും അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ UDF സംവിധാനത്തിൽ ഇപ്പോഴത്തെ റോളിൽ PK കുഞ്ഞാലിക്കുട്ടി ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇവിടെ തിരുവനന്തപുരത്തെ കാര്യങ്ങളിലാണ്. അതെ, പ്രതിപക്ഷ ഉപനേതാവായി അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവായി PK കുഞ്ഞാലിക്കുട്ടി ഇല്ല എങ്കിൽ, അതായത് ഡൽഹിയിലേക്ക് കളം മാറ്റുകയാണെങ്കിൽ UDFന് എന്തെങ്കിലും കോട്ടം വരുന്നുണ്ട്? അങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റും? കാരണം ഞാൻ ഇതേപോലുള്ള ഒരു ചോദ്യത്തിനാണ് ഒരു മീഡിയയിൽ ഉത്തരം പറഞ്ഞത്. അതാണ് പിന്നെ ഡൽഹി പോണിയിൽ വിരോധമില്ല എന്നാക്കി മാറിയത്. കാരണം വെച്ചാൽ ഞാനൊരു പൊതുതത്വം പറഞ്ഞതാണ്, ആരും എവിടെയും ഇന്നവിറ്റബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ശാശ്വതമായി നിൽക്കാനും പറ്റില്ല. അപ്പം അതുകൊണ്ട് കേരളത്തിലും ഡൽഹിയിലും ഒക്കെ ആളില്ലാത്ത കുറവ് ലീഗിനില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അതിനു മുൻപ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും റിസൾട്ട് നമ്മൾ വിശകലനം ചെയ്താൽ UDFൽ ഘടകകക്ഷികൾ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും അവരുടെ കോട്ടകളിൽ താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ഞെട്ടിക്കുന്ന പരാജയം ഉണ്ടായത്. ഭാവിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആശങ്കയുണ്ടാക്കുന്ന വിധത്തിൽ കോൺഗ്രസിന് വോട്ട് ശോഷണം വന്നിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയും UDF മുന്നണിയിൽ ആചന്ദ്ര താരം തുടരുക എന്നുള്ള ചിന്തയിലേക്ക് ലീഗ് പോലുള്ള പാർട്ടികൾക്ക് പോകാൻ സാധിക്കുമോ? അല്ല, ഈ അനന്തകാലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ. കാരണം ഇപ്പോൾ UDF രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ലീഗിന് പ്രശ്നമൊന്നുമില്ല. ലീഗിന് ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. ദേശീയ രാഷ്ട്രീയത്തിലും ഇപ്പോൾ അത്തരത്തിലുള്ള ഈ സംവിധാനത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വന്നിരിക്കുക. ഇപ്പോൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ BJPയെ ബ്ലോക്ക് ചെയ്യലാണ്. അതെ, അതിൽ ആരാണ് ഏറ്റവും അനുയോജ്യർ എന്ന പ്രശ്നം വരുമ്പോൾ BJPക്ക് 15% വോട്ട് കിട്ടിക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പക്കൽ നിന്ന് വലിയ തോതിലുള്ള വോട്ട് ശോഷണവും സംഭവിച്ചു. പക്ഷേ ഇടതുപക്ഷം അവരുടെ നില അതേപടി തന്നെ നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ BJPയെ നേരിടാൻ ഏറ്റവും നല്ല ബദൽ എന്നുള്ളത് ഇടതുപക്ഷമാണ് എന്നിരിക്കെ ലീഗിന് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടി വരില്ലേ? എവിടെ BJPയെ ബ്ലോക്ക് ചെയ്യേണ്ടത് ദേശീയ തലത്തിലാണ്, ഇന്ത്യയിലാണ്. അല്ലാതെ കേരളത്തിൽ BJP വലിയ അത്ഭുതമൊന്നും സൃഷ്ടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ BJP പടിപടിയായി 6% നിന്ന് 10%, 10% നിന്ന് 15%. അവരുടെ വളർച്ചയുടെ ഗ്രാഫ് ഉയരുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തെ സമീപിക്കുമ്പോൾ നിലവിലുള്ള ഈ മുന്നണി സംവിധാനം തന്നെ എല്ലാ കാലവും നിലനിൽക്കണമെന്നില്ലല്ലോ. ഇല്ലേ, BJPയുടെ ഒരു മാക്സിമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മോഡിയുടെ ഒരു തരംഗം. അതൊന്നും രാജ്യത്തില്ല. AK ആൻ്റണി തന്നെ ഈ അടുത്ത് കോൺഗ്രസിന് കൊടുത്തിട്ടുള്ള മുന്നറിയിപ്പ് കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നുണ്ട്, സൂക്ഷിച്ചോളൂ എന്നാണ്. ഒപ്പം അദ്ദേഹം പകൽ കോൺഗ്രസും രാത്രി RSSും ആകുന്ന ആളുകളെക്കുറിച്ചും വിമർശനം ഉന്നയിച്ചു. പൊതുവെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് UDFനെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യമാണല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ലീഗ് എടുക്കില്ല എന്നാണ്? അല്ല, അങ്ങനല്ല. ഈ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായതുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുത്ത വാണിങ്ങാണത്. അത് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നന്നായി പ്രവർത്തിക്കണം എന്നേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ കോൺഗ്രസ് എല്ലാവരും കൂടി കൂട്ടായിട്ട് BJPക്ക് പോകുന്നു എന്ന് അങ്ങനെ ഒരു അർത്ഥത്തിലുള്ളൊരു പരസ്യപ്രസ്താവന ആരെങ്കിലും ചെയ്യുമോ? അത് അങ്ങനെ ചെയ്തതല്ല. ഈ പകൽ കോൺഗ്രസും രാത്രി BJPയും എന്ന് പറഞ്ഞതിൽ നിന്ന് വിട്ടുവീഴ്ച ഇല്ലാത്ത മതസൗഹാർദ്ദ സമീപനം വേണം, മതേതരത്വ സമീപനം വേണം എന്നാണ്. വിട്ടുവീഴ്ച പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നു കേരളത്തിൽ എന്നതുകൊണ്ടല്ലേ അങ്ങനെ പറയേണ്ടി വരുന്നത്? ആ വിട്ടുവീഴ്ചയുടെ വിലയായിരിക്കല്ലേ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടായിട്ടുണ്ടാവുക? ഇല്ല, അത് ഞങ്ങളൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ലീഗിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചില പാർട്ടികളിലൊക്കെ അനുഭാവം കാണിക്കുന്ന ഒരു തീവ്രവാദ സമീപനം എടുക്കുന്ന ചില പാർട്ടികളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, കുറച്ചും കൂടി ലീഗ് വിരോധികളായി ലീഗിന്. അത്തരം പാർട്ടികളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന അതിലും ആവാന്ന് വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കരുത്, അവർക്ക് കൊടുക്കരുത് എന്ന് ഒരു ഘട്ടത്തിൽ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കോൺഗ്രസ് പിന്നെ ഈ ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥയിൽ ഒരു നിലക്കും BJPയോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന ആളുകൾ കോൺഗ്രസ്സിൽ വേണ്ടാകും. അത്തരം ആളുകളെ സൂക്ഷിക്കണം എന്നുള്ളത് പൊതുവായ ഒരു വാണിംഗാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കോൺഗ്രസിനോട് ന്യായമായും പറയാം. പക്ഷേ അതിനും ഒരു പരിധിയുണ്ടല്ലോ. താങ്കൾ തന്നെ ഒരു ഘട്ടത്തിൽ നന്നാകുമോ എന്ന് നോക്കും, ഒരു വഴിയുമില്ലെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരും എന്നൊരു അഭിപ്രായ പ്രകടനം ഒരു ഇൻ്റർവ്യൂവിൽ നടത്തുകയുണ്ടായല്ലോ. ഇപ്പോൾ എങ്ങനെയാണ്, നന്നാവുന്നു എന്ന തോന്നലുണ്ടോ?
അല്ല, ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. യാതൊരു നെഗറ്റീവ് ചിന്തക്കും അവകാശമില്ല. എന്തായാലും വേറെ വഴി നോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ. അങ്ങനെയല്ല, അത് അന്നും ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞാണ്. അന്നും അല്ലാതെ വേറെ വഴി നോക്കുമെന്ന് പറയാൻ പറ്റും ഒരു മുന്നണിയിലിരിക്കുമ്പോൾ. അതിൻ്റെ ആവശ്യമില്ല. UDF നേരാക്കി കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഇടതുപക്ഷത്തോട് അയിത്തമുണ്ടോ? അയിത്തോ? തൊട്ടുകൂടായ്മ? നമ്മൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. അതിന് ഡയറക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാം, പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. അയിത്തം എന്ന് പറഞ്ഞത് എന്താ? അയിത്തം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ദേശീയ തലത്തിൽ ഇപ്പോൾ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ നിൽക്കുന്നത്. അഹമ്മദ് സാഹിബിൻ്റെ ഇഷ്യൂ വന്നു. അഹമ്മദ് സാഹിബിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ BJPയുടെ നീക്കങ്ങൾക്കെതിരെ ഒരു ഓൾ പാർട്ടി സമീപനമല്ലേ അവിടെ ഉള്ളത്. ദേശീയ രാഷ്ട്രീയം വരുമ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നിച്ചല്ലേ നിൽക്കുന്നത്. അപ്പോൾ അയിത്തം എന്ന് പറയുമ്പോൾ അതിന് പ്രസക്തിയില്ല. എന്ന് പറഞ്ഞാൽ അത് ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് എടുത്തിട്ട് ഇടതുപക്ഷത്തോട് ഐക്യമില്ല എന്ന് പറയാൻ പാടില്ല. അത് ശരിയാവില്ല. കേരളത്തിലെ ഇടതുപക്ഷമായിട്ട് ഇപ്പോൾ ഐക്യമോ അതിൽ ഐക്യത്തിൻ്റെ ആലോചനയോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ UDF നിൽക്കുന്നവർ തുറച്ച് നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് UDF UDF ശക്തിപ്പെടുത്തി പോകാൻ മാത്രമേ നമ്മൾ നോക്കൂ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കേണ്ട കാര്യവുമില്ലല്ലോ. രാഷ്ട്രീയമായി തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന സമീപനങ്ങളോട് യോജിക്കാവുന്ന തലങ്ങൾ ധാരാളമുണ്ടല്ലോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്. അതുകൊണ്ട് രാഷ്ട്രീയമായി മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എന്ന തോന്നലില്ലല്ലോ. അങ്ങനെയുള്ള ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം ഇപ്പോൾ BJP എതിർക്കുന്ന കക്ഷികൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ BJPയെ എതിർക്കുന്ന കാര്യത്തിൽ കൂടുതൽ വിശ്വാസ്യതയുള്ളത് ഇടതുപക്ഷത്തിനാണ് എന്ന തോന്നലിൽ നിന്ന് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് അടക്കം അങ്ങോട്ടേക്കുള്ള ഒരു കേന്ദ്രീകരണം ഉണ്ടല്ലോ. അപ്പോൾ അത് ലീഗിന് കാണാതിരിക്കാൻ സാധിക്കുമോ? അത് ശരിയല്ല. കാരണം ഈ BJPയെ ചെറുക്കാൻ ദേശീയ രാഷ്ട്രീയത്തിൽ നമ്പർ 1 കോൺഗ്രസ് തന്നെയാണ്. കേരളത്തിലായിട്ടൊരു ഇഷ്യൂ ഉണ്ടോ? കാരണം കേരളത്തിൽ BJP എന്നുള്ള ഒരു ദേശീയ തലത്തിലുള്ള പ്രസക്തി ഇല്ല. പിണറായി വിജയനുമായി നല്ല ബന്ധമാണല്ലോ, അതൊന്നും രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കില്ല. പിണറായി വിജയനായിട്ട് നല്ല ബന്ധമാണ്. പേഴ്സണലി വെരി ഗുഡ് റിലേഷൻ. അതുപോലെ തന്നെ CPMൻ്റെ പല നേതാക്കന്മാരായിട്ടും വളരെ നല്ല ബന്ധം. അത് നല്ല കാര്യങ്ങൾക്ക് പിന്നെ പ്രയോജനപ്പെടുത്തും. ഞാൻ എപ്പോഴും ഈ കോണ്ടാക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പേഴ്സണൽ ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പേഴ്സണൽ ഇക്വേഷൻ പൊളിറ്റിക്കൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യത്തിനോ ഉപയോഗിക്കാനല്ല നോക്കേണ്ടത്. അത് കോമൺ ആവശ്യത്തിന്. അങ്ങനെ വരുമ്പോൾ നല്ലതല്ലേ. പിണറായി വിജയൻ സർക്കാരിനോട് മുസ്ലിം ലീഗിന് ഒരു മൃദു സമീപനമുണ്ടോ? ഒട്ടുമില്ല. മൃദു സമീപനം എങ്ങനെ ഉണ്ടാകുന്നത്? ഞങ്ങൾ UDFൻ്റെ ഭാഗമല്ലേ, ഞങ്ങളിപ്പോൾ വലിയ പ്രക്ഷോഭത്തിലല്ലേ. ഈ സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ കാര്യം വരുമ്പോൾ അതിലെ പ്രസംഗങ്ങളാകട്ടെ മറ്റു പ്രക്ഷോഭങ്ങളാകട്ടെ അതിലൊക്കെ ഒരു സൗമനസ്യം, ഒരാനുകൂല്യം സർക്കാരിന് കൊടുക്കുന്നുണ്ടോ? അത് നിങ്ങൾ ലീഗിൻ്റെ സമീപനം അല്പം പിറകോട്ട് പോയി നോക്കിയാൽ ഈ വ്യത്യാസം കാണാവുന്നതാണ്. ശിഹാബ് തങ്ങൾ പാർട്ടിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് പല പരീക്ഷണ ഘട്ടങ്ങളും ഇതേപോലെ വന്നിട്ടുണ്ട്. ചില ഇഷ്യൂസിൽ ലീഗിൻ്റേതായ ചില രീതികളുണ്ട്. ഉദാഹരണമായിട്ടിപ്പോൾ മരണം വരെ നിരാഹാരം. പൊളിറ്റിക്കലായിട്ട് UDF അങ്ങനെ ഒരു സമരത്തിലേക്ക് പോയാൽ ലീഗ് പോവുമോ? ലീഗിനോട് അത്തരം സമരത്തിനോട് ലീഗിന് ഒരു ഐഡിയോളജിക്കലി ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നിയമസഭയുടെ കാര്യമെടുത്താൽ നിയമസഭയിൽ ധാരാളം വിഷയങ്ങൾ വരാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകാറുമുണ്ട്. അങ്ങനെ വാക്കൗട്ട് പ്രസംഗം നടത്തുമ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇത്രയും സോഫ്റ്റ് ആകേണ്ടതുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ? ഞാൻ പറയുന്ന വിഷയങ്ങളുടെ പോയിൻറ്റ്സ് ആണ് പിന്നെ വിലയിരുത്തേണ്ടത്. ഭാഷ വളരെ മോശമായ ഭാഷ അല്ല. ഒരു എന്താ പറയുക, ഒരു ഭാഷയുടെ കട്ടി അത് പിന്നെ ഇറങ്ങിപ്പോകുമ്പോഴുള്ള പ്രസംഗത്തിൽ അനിവാര്യമാണ് എന്നുള്ളത് ഒരു അന്ധവിശ്വാസമാണ്. അതൊന്നും ശരിയല്ല. ഇറങ്ങിപ്പോകുമ്പോൾ നല്ല നിലവാരത്തിൽ പ്രസംഗിച്ചാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു അവസാനം പറഞ്ഞാൽ പോരെ? പക്ഷേ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയുള്ള ഒരു പ്രസംഗത്തിനല്ലേ സ്വാഭാവികമായും ഒരു കയ്യടി കിട്ടുക, അല്ലെങ്കിൽ അതല്ലേ പ്രതീക്ഷിക്കുക? കയ്യടിക്ക് വേണ്ടി പ്രസംഗിക്കുക എന്നുള്ളത് വേറൊരു വിഷയമാണ്. കയ്യടിക്ക് വേണ്ടി പ്രസംഗിക്കുക എന്നുള്ളതല്ലല്ലോ. പ്രസംഗം ആസ്വദിക്കേണ്ടത് അതിൻ്റെ കണ്ടൻസ് കൊണ്ടാണ്. മാത്രമല്ല ഞാൻ വളരെ ഹ്യൂമറസ് ആയിട്ട് കാര്യകാരണ സഹിതം കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്.
എനിക്ക് കഴുത്തിന് പിടിക്കുന്ന രാഷ്ട്രീയ ഭാഷകൾ, വെല്ലുവിളികൾ, അത്ര ഘട്ടങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിയമസഭയിൽ തന്നെ അന്നത്തെ പിന്നെ മുഖ്യമന്ത്രിയോട് ചില ഘട്ടങ്ങളിൽ നന്നായി ഉടക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ വൈകാരികമായ ഓരോരോ സന്ദർഭങ്ങളാണ്. അങ്ങനെ പിണറായി വിജയനോട് ഉടക്കേണ്ടി വരുന്നില്ല. അല്ല, അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അതുകൊണ്ട് പേഴ്സണൽ റിലേഷനെ ബാധിക്കില്ല. ഈവൻ ദാറ്റ് വിൽ ബി ഓൺ ഇഷ്യൂസ്. അതല്ലാതെ സർക്കാരിനോടുള്ള മൃദു സമീപനമല്ല. സർക്കാരിനോടുള്ള മൃദു സമീപനം, ലീഗിന് മാത്രമായിട്ട് സർക്കാരിനോട് യാതൊരുവിധ മൃദു സമീപനവും ഇല്ല. ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം കുറ്റ്യാടി മേഖലയിൽ ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു NDF-കാരാൽ. ആ വിഷയം പാറക്കൽ അബ്ദുള്ള നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. ആ വിഷയത്തിൽ അടക്കം സംസാരിക്കുമ്പോഴും സർക്കാരിനെ വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ക്രൈസിസ് ഉണ്ടായി എന്ന് പറയാൻ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അത് പറയുന്നവർക്ക് നല്ലോണം പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് 9 ആൾ പിന്നെ നാദാപുരം ഭാഗത്ത് മരണപ്പെട്ടപ്പോൾ നാനാരായിരുന്നു മുഖ്യമന്ത്രി. അന്ന് ഈ മൃദു സമീപനത്തിൻ്റെ ആരോപണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനായിരുന്നു നാനാർ ഗവൺമെൻറ്റിനെതിരായിട്ട് ജാഥ നയിച്ചത് അന്ന് സംസ്ഥാനത്തൊട്ടാകെ. വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന പൊളിറ്റിക്കൽ അവസ്ഥ ഉള്ള ഒരു സമയത്താണ് അത്രയും കൊലപാതകങ്ങൾ അവിടെ ഉണ്ടായത്. പക്ഷേ ഞങ്ങളുടെ നോട്ടം അവിടെ സമാധാനം ഉണ്ടാക്കണം എന്നായിരുന്നു. വളരെ കലുഷിതമായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ഞങ്ങൾ ഓപ്പണായിട്ട് അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സഹകരണ ശ്രമങ്ങളോട് സഹകരിക്കുക ചെയ്തത്. പുറത്തു നിന്ന് പറയുന്നവർക്ക് ആരാൻ്റെ കുട്ടിക്ക് പ്രാന്തളകിയാൽ കണ്ടെന്ന് ചിരിക്കാൻ വളരെ ഉഷാറാണെന്ന് പറഞ്ഞതുപോലെ, ഈ നാദാപുരത്ത് കുഴപ്പമുണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. അവിടെ അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കത്തിപ്പടർന്ന് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് അല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കണ്ടെയ്ൻ ചെയ്യാനുള്ള, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതും കൂടി കണക്കിലെടുത്തേ നാദാപുരത്തെ കാര്യങ്ങൾ പറയാറുള്ളൂ. അവിടെ മാത്രമല്ല, നാദാപുരത്ത് മാത്രമല്ല, കണ്ണൂരിൽ ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം CPIM-കാരും RSS-കാരും കൊല്ലപ്പെടുന്ന 8 സംഭവങ്ങൾ ഉണ്ടായി. അവിടെയൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അരങ്ങേറിയിട്ടും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് പരാജയമാണ്, ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ പരാജയമാണ് എന്നൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്താണ് ലീഗ്? എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷയും എല്ലാവരും പറയുന്നത് തന്നെ ഞങ്ങളും ആ രീതിക്ക് തന്നെ പറഞ്ഞോളണമെന്നൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട്. കണ്ണൂരിൽ ഏറ്റവും അധികം CPM-നെ എതിർക്കുന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. താങ്കൾക്ക് ശേഷം വ്യവസായ മന്ത്രിയായ EP ജയരാജന് രാജിവെച്ചൊഴിയേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞതിന് ശേഷം പോലും നിയമസഭയിൽ വളരെ സരസമായി ഇത് രേഖാമൂലം എഴുതി കൊടുത്തതല്ലേ പ്രശ്നമായത് എന്ന് ചോദിക്കുകയാണ് താങ്കൾ ചെയ്തത്. അതല്ലാതെ ഈ ബന്ധു നിയമനത്തിലെ ഇംപ്രോപ്പറൈറ്റി പറഞ്ഞില്ല ഖണ്ഡിതമായി. എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, അത് ഞാനൊരു തമാശ പറഞ്ഞാൽ, മനുഷ്യന് തമാശ അറിയാൻ പാടില്ല എന്നുണ്ടോ? തമാശ പറഞ്ഞത് എല്ലാവരും ആസ്വദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജി നമ്മളൊക്കെ ആവശ്യപ്പെട്ടല്ലോ, അത് വേറെ കാര്യം. ആ ആവശ്യത്തിന് അത്ര ശക്തി പോരായിരുന്നു. ആ ആവശ്യത്തിന് അത്ര ശക്തി മതി. അപ്പോൾ പിന്നെ വലിയ ശക്തി ആവശ്യമുള്ള വിഷയം വന്നാൽ എങ്ങനെ? ആ ശക്തി കൊണ്ട് തന്നെ അദ്ദേഹം രാജിവെച്ചല്ലോ. അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ 8 മാസത്തിനിടയിൽ അങ്ങനെ ശക്തിയായി ഉന്നയിക്കേണ്ട ആരോപണങ്ങളൊന്നും വന്നിരുന്നില്ല എന്നാണ്. അല്ല, അങ്ങനല്ല. ഇപ്പോൾ സർവശക്തി ഉപയോഗിച്ച് ഞങ്ങൾ എതിർക്കേണ്ട ഒരു വിഷയമാണ് അരിപ്രശ്നം. ഞങ്ങൾ എതിർക്കും. നാളെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനം ഞങ്ങൾ എതിർക്കും. താങ്കളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ പരിശോധിക്കുമ്പോൾ MLA ആകുന്നു, UDF അധികാരത്തിലെത്തിയാൽ വ്യവസായ മന്ത്രിയാകുന്നു. ഈ 5 വർഷത്തെ ഇടവേളയിലുള്ള ഈ പാറ്റേൺ ഇങ്ങനെ തുടർന്നു വരികയാണല്ലോ, ഇത് മടുത്തില്ലേ? വ്യവസായ മന്ത്രി ആവുന്നത് മടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ശരിയുണ്ട്. കേരളത്തിൽ അത്ര വലിയ മാനുഫാക്ചറിങ്, അത്ര വലിയ വ്യവസായമൊന്നും കേരളത്തിൽ നടക്കില്ല. കേരളത്തിൻ്റെ വളരെ കാലത്തെ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ, അല്പം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തരം ഡെവലപ്മെൻറ്റാണ് നമുക്ക് നല്ലത്. നമ്മുടെ പച്ചപ്പും നമ്മുടെ വെള്ളവും നമ്മുടെ നീർത്താടും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത് തന്നെയാണ് നമ്മുടെ ഒരു കോർ കോമ്പിറ്റൻസി. അപ്പോൾ ഇനി അടുത്ത തവണ വ്യവസായ മന്ത്രിയാകാൻ താല്പര്യമില്ല എന്നാണോ? മുസ്ലിം ലീഗിൻ്റെ കക്ഷി നേതാവായി കുറേ നാളായി ഇരിക്കുകയാണ്, ഇനിയിപ്പോൾ വേറൊരാൾക്ക് അവസരം കിട്ടട്ടെ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ എല്ലാ അവസരങ്ങളും എല്ലായ്പ്പോഴും നമ്മൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിതം നീണ്ട് നിവർന്ന് കിടക്കുന്നത് യുവാക്കളുടെ മുമ്പിലാണ്. ജീവിതം നീണ്ട് നിവർന്ന് കിടക്കുമ്പോഴേ, 1000 കൊല്ലമുണ്ട് ജീവിതം എന്ന തോന്നലിൽ ജീവിക്കുമ്പോഴേ ഡ്രീം വരുള്ളൂ. മാത്രമല്ല, പറഞ്ഞതുപോലെ പകലാണ് സ്വപ്നം കാണേണ്ടത് എന്ന് പറഞ്ഞില്ലേ,
നമ്മുടെ പിന്നെ രാഷ്ട്രപതി എന്ന് പറഞ്ഞത്, പഴയ രാഷ്ട്രപതി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതുപോലെ ആ ഡ്രീം യുവാക്കൾക്കാണ് കൂടുതലുണ്ടാവുക. അവരാണ് മറ്റുള്ളവർക്കൊന്നും സ്വപ്നം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ജീവിതം അവരുടെ മുമ്പിലാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രവർത്തനത്തിൽ, രാജ്യ നിർമ്മിതിയിൽ അവരുടെ പ്രവർത്തനത്തിനാണ് കൂടുതൽ പ്രസക്തി. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ കൈമാറണം എന്നും എല്ലാവരും വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ഞാനേതായാലും എൻ്റെ ഒരു പ്രിൻസിപ്പിള് അതാണ്. അപ്പോൾ അതിനുള്ളൊരവസരം വന്നാൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുക കൈമാറാനാണ്, അല്ലാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല. ആ ഒരു സമീപനമാണ് എനിക്ക് ഉള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ഒരു കൺസ്ട്രെയിൻ ഉണ്ടല്ലോ, കൂട്ടായ തീരുമാനവും പാർട്ടിയൊക്കെ അല്ല എല്ലാവരും. വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇനിയൊരു വ്യവസായ മന്ത്രി ആയിട്ടിരുന്ന് ഇവിടെ ഒരു മഹാകാര്യം ചെയ്യുന്നൊരു കാര്യം എന്നോട് ഒരു വ്യക്തിപരമായ ചോയ്സിന് വിട്ടാൽ ഞാനില്ല എന്നേ ഞാൻ പറഞ്ഞു. വ്യക്തിപരമായി രാഷ്ട്രീയത്തിലെ ഒരു റോൾ ചേഞ്ചിന് സമയമായി എന്ന് തോന്നുന്നുണ്ടോ? റോൾ ചേഞ്ച് നമുക്ക് ചൂസ് ചെയ്യാമല്ലോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഉദാഹരണമായിട്ട് എനിക്കിപ്പോൾ നല്ല റോൾ ചേഞ്ച് ഉണ്ട്. ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രവർത്തകന്മാരുടെ ആഗ്രഹം അനുസരിച്ച് മീറ്റിങ്ങിന് പോയി കൊടുക്കാനാണ്. ഇപ്പം ഇന്നലെ രാത്രി മിഡ് നൈറ്റിലാണ് ഞാൻ വന്നത്. മാട്ടൂൽ മുതൽ പെരിങ്ങളം വരെ അനവധി യോഗത്ത് പ്രസംഗിച്ചിട്ടാണ് ഇന്നലെ വന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞാൽ യാത്രയായി. റോൾ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോളിൽ നിന്നുകൊണ്ട് കുറേ പിന്നെ എന്താ പറയുക, വലിയ വലിയ ആളുകളൊക്കെ വരുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നു, അങ്ങനെ എക്കണോമിക്കലായിട്ടൊക്കെ നോക്കുന്നു, അനലൈസ് ചെയ്യുന്നു. അപ്പം തൽക്കാലം അത്ര ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ മതിയായി. അങ്ങനെയില്ല, അതിന്ന് വേറെ എന്തെങ്കിലും വായിച്ചെടുക്കണ്ട. ഇന്ത്യൻ പാർലമെൻറ്റിൽ സംസാരിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഇനി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഇതിൻ്റെ ഭാഗം. അങ്ങനെ ഒരു പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയി ഒന്നിരിക്കണം, സംസാരിക്കണം എന്നുള്ള മോഹമൊന്നും എനിക്കില്ല. വ്യക്തിപരമായും ഇല്ലേ? ഇല്ല, അങ്ങനെയില്ല. സത്യസന്ധമായും ഇല്ല, അങ്ങനെയില്ല. എന്തെങ്കിലും ഒരു റോൾ വന്നു കഴിഞ്ഞാൽ എടുക്കുമോ എന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ. പക്ഷേ എനിക്ക് അങ്ങനൊരു ആഗ്രഹമൊന്നുമില്ല. കാരണം എൻ്റെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ വർക്കാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതല്ലാതെ വേറെ ഒരു പാർലമെൻറ്റിൽ പോയിരിക്കണം, എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ മന്ത്രിയായി വരണം, അങ്ങനൊരു ടേസ്റ്റ്, അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പമില്ല. മന്ത്രിയാകുക എന്നതിനേക്കാൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ ശക്തമായി ന്യൂനപക്ഷ വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒന്നാണല്ലോ. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ BJP ഭരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെയുള്ള ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മൊത്തം, ഇന്ത്യയിലെ ആകെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മൊത്തം സ്വരമായി പാർലമെൻറ്റിൽ അതിഗംഭീരമായൊരു പ്രസംഗം നടത്തുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലുമില്ല. അല്ല, ഇവിടെ ഇന്ത്യൻ ന്യൂനപക്ഷവും ഈ ആവശ്യ പിന്നോക്ക ജനവിഭാഗങ്ങളും ഒക്കെ കൂട്ടായ്മ ഉണ്ടാക്കി ഈ ജനാധിപത്യ വിരുദ്ധ സമീപനം എടുത്തു പോകുന്ന BJPക്കെതിരായി ബദലായി വളർന്നു വരണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതിന് പക്ഷെ ഞാൻ കൂടിയേ കഴിയൂ എന്നോ ഞാനും കൂടി ചെന്ന് 2 പ്രസംഗം നടത്തിയാൽ ശരിയാവുമോ എന്നുള്ള ചിന്തല്ല. ആഗ്രഹം തോന്നാമല്ലോ. അല്ലല്ല, ഇന്ത്യൻ രാഷ്ട്രീയം മാറി വരണം എന്നുള്ള ആഗ്രഹമുള്ളൂ. അതിന് ഒരു കൂട്ടായ പ്രവർത്തനം പിന്നെ ഈ രാജ്യത്ത് വളർന്നു വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ ഭാഗമാവണം. എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ ഏത് തലത്തിൽ നിന്നാലും കൊടുക്കും എന്നേ പറയുന്നു. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.